الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. رب اشرح لي صدري ويسر لي أمري വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹാദരണീയരായ കുവൈത്തിലെ സഹപ്രവർത്തകരെ, ആദർശ കൂട്ടായ്മയുടെ ഭാരവാഹികളെ, ഫഹായിൽ യൂണിറ്റ് സംഘടിപ്പിക്കുന്ന വിജ്ഞാന വേദിയിലാണ്. മാഷാ അല്ലാഹ്, കുവൈത്ത് എല്ലാ വെള്ളിയാഴ്ചയും പല പ്രബോധകരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വ്യത്യസ്ത യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ ആളുകൾക്ക് മാർഗദർശനം ചെയ്യുന്ന വിധത്തിലുള്ള ഗൗരവപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു എന്നത് ശ്ലാഘിക്കപ്പെടേണ്ട, പ്രശംസിക്കപ്പെടേണ്ട ഒന്നാണ്. ആദരണീയനായ PN അബ്ദുൽ ലത്തീഫ് മദനി സാഹിബ് അവർകളെ, ഇതിന്റെ സംഘാടകരെ, സഹോദരി സഹോദരന്മാരെ, ഈ വിഷയം അല്പം ഗൗരവത്തിലും കുറച്ചൊക്കെ ചില കാര്യങ്ങൾ ഗൗരവമായി ബോധിപ്പിച്ചുകൊണ്ടുമാണ് ഇൻഷാ അല്ലാഹ് പൂർത്തീകരിക്കുക. ദീർഘമായ ഒരു പ്രസംഗം ഇക്കാലത്ത് ആവശ്യമില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ ഒരു കാര്യം പറയും. PN ഉദ്ഘാടനം ചെയ്തു. ചുരുങ്ങിയ വാക്കുകളാണെങ്കിലും മഹത്തായ ചില ആശയങ്ങൾ അതിലുണ്ടായിരുന്നു. നമ്മളുടെ ശ്രദ്ധയനുസരിച്ചാണ് ഓരോ പോയിന്റും നമ്മുടെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യുക. അതുകൊണ്ട് ദയവ് ചെയ്ത് അള്ളാഹുവിനെ ഓർത്ത്, അതായത് സൂറത്ത് ഹജ്ജിൽ പറയുന്നുണ്ട്, 22-ാം അധ്യായം 73-ൽ പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസ് ളുരിബ മസലും ഫസ്തമിഊ ലഹു. അല്ലയോ മനുഷ്യരെ, ഞാനിതാ നിങ്ങൾക്കൊരു ഉദാഹരണം പറയുന്നു. ഫസ്തമിഊ ലഹു, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം എന്നല്ലാഹു പറയുന്നു. ഇപ്പൊ എന്തിനാണ് ആളുകളുടെ ശ്രദ്ധ ആദ്യത്തിൽ ക്ഷണിക്കുന്നത്? അലാ ഇന്ന ഔലിയാ അല്ലാഹ്, സൂറത്ത് യൂനിസിലാണ്, 10-ാം അധ്യായം 61-ാമത്തെ വചനാണ്. അവിടെ അലാ എന്ന് ഉപയോഗിക്കുന്നത് ഒരു ശ്രദ്ധ കിട്ടാൻ വേണ്ടിയാണ്. അറബിയിൽ അലാ എന്ന് പറഞ്ഞാൽ ഗൗരവമായൊരു വിഷയം പറയാൻ പോകുന്നു, നല്ലോണം ശ്രദ്ധിച്ചോളി എന്നൊരാശയം അതിലുണ്ട്. അപ്പോ നമ്മളൊക്കെ എല്ലാവരും, നമ്മുടെയൊക്കെ പണ്ടത്തെ ഓഡിയോ കേസറ്റിലൊക്കെ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് വബശിറ ഇബാദ് അല്ലദീന യസ്തമിഊനൽ ഖൗൽ ഫയത്തബിഊന അഹ്സനഹു എന്ന കാര്യം. അവിടെ അല്ലാഹു പറയണത് എന്തറിയോ? പ്രഭാഷണങ്ങള്, ഉപദേശങ്ങള്, നിർദ്ദേശങ്ങള്, ക്ലാസ്സുകള് എല്ലാം നല്ലോണം ശ്രദ്ധിക്കാനാണ് പറയുന്നത്. എന്നിട്ടോ അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റാൻ. നല്ലത് ഏതാ ചീത്ത ഏതാന്ന് അറിയണമെങ്കിൽ നന്നായി ശ്രദ്ധിക്കണം. നല്ലൊരു ആളുകൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും സഗൗരവമായി തന്നെ, ഒരു 229 ഒക്കെ ആളുകൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതായിട്ടാണ് മനസ്സിലാവുന്നത്. മാഷാ അല്ലാഹ്, വളരെ വേഗത്തിലാണ് അത്തരം ആളുകൾ സൂമിലേക്ക് പ്രവേശിച്ച് ഈ ക്ലാസ് കേൾക്കാൻ. ഞാൻ വളരെ അള്ളാഹിനെ സ്തുതിക്കുകയാണ്. അതെന്താന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയാം, ലോകത്ത് മനുഷ്യരെ നന്നാക്കാൻ വന്ന ഒരു കാലത്ത് മൂസാ നബീന്റെ കൂടെ ഹാറൂൻ നബി ഉണ്ട്. ഏതോ ഒരു ഭാഗത്ത് നൂഹ് നബി അലൈഹി ഇസ്ലാം ഉണ്ട്, മറുഭാഗത്ത് ഇബ്രാഹിം നബി ഉണ്ട്. ഒറ്റപ്പെട്ട പ്രവാചകന്മാർ ലോകത്ത് ദഅവത്ത് നടത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് വലിയൊരു സംഘമാണ്, വമ്പിച്ച സംഘടന, കൂട്ടായ്മ, മീറ്റിംഗ് എല്ലാം ഉണ്ട്. പക്ഷേ പ്രവാചകന്മാരെ അറിയാത്ത ആരും ഉണ്ടായിരുന്നില്ല ആ നാട്ടിൽ. പ്രവാചകന്മാരെ പറ്റി അവർ പറഞ്ഞിരുന്നത് എന്താണ്? സദാചാരത്തിന്റെ കാവലാളുകൾ എന്നാണ് പരിഹസിച്ചിരുന്നത്. ഇവൻ നമ്മളെക്കാളൊക്കെ നന്നാകാൻ ആഗ്രഹിക്കുന്നു, നമ്മളിൽ നിന്ന് എന്ത് പുതുമയാണ് അവനുള്ളത് എന്നൊക്കെ ചോദിച്ച ചോദ്യങ്ങൾ കാണാൻ നിങ്ങൾക്ക് ഖുർആനില്. അതുകൊണ്ട് ഞാൻ ആദ്യമേ പറയട്ടെ, ശ്രദ്ധിച്ച് കേൾക്കുന്നവരെ അള്ളാഹു ബുദ്ധിജീവികൾ എന്ന് വിളിച്ചിരിക്കുന്നു. കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുന്നവർ. ഇപ്പൊ എനിക്കറിയാം, ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരാളാണ് ഈ ഉള്ളവൻ. എന്റെ ഒരു പ്രസംഗത്തിന്റെ ഒരു വാചകം പോലും വിടാതെ വിമർശിക്കപ്പെടുന്നുണ്ട്. ഞാൻ വലിയ സന്തോഷമാണ്. എന്താന്ന് വെച്ചാൽ അത്രയും ആളുകൾ എന്തുണ്ട് അതിൽ എന്തെങ്കിലും ഒരു പുഴുക്കുത്ത്, അങ്ങനെങ്കിലും ശ്രദ്ധിക്കണ്ടല്ലോ.
മാഷാ അല്ലാഹ്, ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ എല്ലാവരോടും പറയുന്നത്, നല്ല വണ്ണം ശ്രദ്ധിച്ചാൽ ഇന്ന് കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാന് അനിലാൽ എന്നോട് ഈ വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. ആ വിഷയത്തിൽ ഇൻവോൾവഡ് ആയി. എന്തോ അള്ളാന്റെ പരീക്ഷണം കൊണ്ട് ഇന്ന് രാവിലെ മുതൽ എനിക്ക് സുഖമില്ല. അതിശക്തമായ പനിയാണ്. ഇടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ ന്യൂമോണിയ വന്ന് ഹോസ്പിറ്റലായി പോയിട്ടുണ്ട്. അതിന്റെ എല്ലാ അടയാളങ്ങളും ഇന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഷാർജ ബുക്ക് ഫെയറിൽ ഇന്നൊരു ക്ലാസ് ഉണ്ട്. നിങ്ങൾ ദുആ ചെയ്യാം. ഇപ്പൊ ഒരു 50 മിനിറ്റ്, 1 മണിക്കൂറിനുള്ളിലെ ക്ലാസ് ആണ്. ഇൻഷാ അല്ലാഹ് അത് എവിടെയാണോ എത്തി അവസാനിക്കുന്നത് 1 മണിക്കൂറിനുള്ളിൽ ഇൻഷാ അല്ലാഹ് അവിടെ അവസാനിപ്പിക്കും. ഞാൻ നിങ്ങളെ നേർക്ക് നേരെ വിഷയത്തിലേക്ക് നയിക്കുകയാണ്. ഇവിടെ എന്റെ പ്രസംഗം കേൾക്കുന്ന ആരായാലും, ഈ പ്രസ്ഥാനത്തിലുള്ളവരോ അല്ലാത്തവരോ ആരായാലും, വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ചില വിഷയങ്ങളിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. അപ്പൊ അതിൽ പി എന്ന് പറഞ്ഞ ഒരു വാചകം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സദാചാരവും ധാർമ്മികതയും ഒക്കെ മുഹമ്മദ് നബി വരുന്നതിന് മുമ്പുണ്ട്. ആദം നബി മുതൽ അതൊക്കെ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ പരിപൂർണമായ സംസ്കാരം, സൽസ്വഭാവത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് എന്നെ നിയോഗിക്കപ്പെട്ടത് എന്ന ആശയം. ആ ആശയം എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്? അതൊരു ഖുർആനിക വചനത്തിലൂടെ പൂർത്തീകരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലെ മനോഹരമായ ഒരു ഖുർആനിക വചനം. കാരണം ഇവിടെ നമ്മുടെ വിഷയം എന്താന്ന് ചോദിച്ചാൽ സദാചാരം, ധാർമ്മികത, പ്രവാചകനിൽ ഉത്തമ മാതൃക എന്നാണ്. അപ്പൊ നമ്മൾ അറിയേണ്ടത് ആരാണ് ഈ പ്രവാചകൻ, എന്താണ് ഈ പ്രവാചകന്റെ ദൗത്യം. ഞാൻ 2 ഭാഗങ്ങൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചു തരാം. ഇപ്പൊ നമ്മളൊക്കെ വീട്ടിൽ ഇരുന്നു കൊണ്ടായിരിക്കും പലരും ഈ ക്ലാസ് കേൾക്കുക. പല ആളുകളും തീർച്ചയായും ഈ പ്രഭാഷണം വീട്ടിൽ ഇരുന്നു കൊണ്ടായിരിക്കും കേൾക്കുക. അതുകൊണ്ട് തന്നെ ഒരു പേനയും കടലാസും എടുത്താൽ ആയത്ത് നമ്പറുകളൊക്കെ എഴുതാം, പോയിന്റുകൾ എഴുതാം. മാത്രമല്ല ഈ 200 സംതിങ് ആളുകൾ കേൾക്കണ്ടല്ലോ, റബ്ബിനെ ഓർത്ത് ഇന്ന് നിങ്ങൾ കേട്ട ക്ലാസ് ഒരാളോടെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ അത് 500ന്റെ മേലെ പോവും. ഈ ക്ലാസ് കേൾക്കുന്ന ഒരാൾ, ഒരു വ്യക്തി, ഒരു പോയിന്റ് ഒരാളോട് പറഞ്ഞാൽ അയാൾക്ക് അത് കിട്ടും. അതുകൊണ്ട് വളരെ കണിശമായ ഒരു കേൾവി, വളരെ ശ്രദ്ധയോടുകൂടെ ഇത് കേൾക്കുക. നിങ്ങൾക്ക് യാതൊരു മുഷിപ്പും ഇല്ലാത്ത വിധത്തിൽ ഈ ക്ലാസ്സിനെ ക്രോഡീകരിക്കാനാണ് വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ വളരെ ഗൗരവമായി നിങ്ങളത് കേൾക്കുക. ഞാൻ നിങ്ങൾക്ക് സൂറത്ത് ആറാഫിൽ നിന്ന് ഓരോ ക്ലാസ്സാണ്, അത് പോയിന്റ് ആയിട്ട് പറഞ്ഞു പോവുകയാണ്. സൂറത്ത് ആറാഫ് 7-ാം അധ്യായമാണ്, വായിക്കേണ്ട ഒരു അധ്യായമാണ്. അമാനുമലയുടെ പരിഭാഷ വെച്ച് പഠിക്കേണ്ട ഒരു അധ്യായമാണ്. അനേക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. അപ്പൊ സൂറത്ത് ആറാഫിൽ, ആ ആറാഫിൽ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു വചനം 157-ാമത്തെ വചനം. ആ വചനം ഇതിൽ ഗൗരവമായി വരേണ്ട കാര്യമാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലദീന യത്തബിയൂന റസൂലൻ നബിയ്യൽ ഉമ്മി അല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത് തൗറാത്തി വൽ ഇൻജീൽ യഅമുറുഹും ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുൻകരി വയഹില്ലു ലഹുമുത് ത്വയ്യിബ വയുഹർരിമു അലൈഹിമുൽ ഖബായിസ വയളവു അൻഹും മിസ്റഹും വൽ അലാൽ അല്ലതി കാനത് അലൈഹിം ഫല്ലദീന ആമനൂ ബിഹി വഅസ്സറൂഹു വനസറൂഹു വത്തബഉ നൂറൽ ലദീ ഉൻസില മഅഹു ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഈ ആയത്തിന്റെ അർത്ഥം ശരിക്കും ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. ഇതിൽ എല്ലാം ഉണ്ട്, നല്ലോണം ശ്രദ്ധിക്കുക. നമ്മുടെ വിഷയത്തിന്റെ ഏറ്റവും മർമ്മമാണ്. സൂറത്ത് ആറാഫ് 7-ാം അധ്യായം 157-ാമത്തെ വചനമാണ്. അതായത് അർത്ഥമാണ് പറയുന്നത്, അതായത് തങ്ങളുടെ പക്കലിലുള്ള തൗറാത്തിലും ഇഞ്ചീലിലും രേഖപ്പെടുത്തപ്പെട്ടതായി അവർ കണ്ടെത്താൻ കഴിയുന്ന ആ അക്ഷരജ്ഞാനമില്ലാത്ത പ്രവാചകൻ, ദൈവദൂതൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്, ആ നബിയെ പിൻപറ്റുന്നവർക്ക് കാരുണ്യം രേഖപ്പെടുത്തപ്പെടുന്നതാണ്. തൗറാത്തിലും ഇഞ്ചീലിലും പേര് പറയപ്പെട്ട പ്രവാചകൻ, ആ വേദഗ്രന്ഥങ്ങളിലെല്ലാം പേര് പറയപ്പെട്ട പ്രവാചകൻ, അതുപോലെ ഭവിഷ്യൽ പുരാണത്തിലും അതുപോലെ മറ്റു പല പുരാണങ്ങളിലും കുന്തബ സൂക്തത്തിലും എല്ലാം പറഞ്ഞിട്ടുള്ള ആ പ്രവാചകൻ. ഏതസ്മിൻ അന്തരേംളാചാര്യേണ സമുന്നിത മഹാമത് ഇതിക്കാത ശിഷ്യശാഖ സമുന്നിതം ലിംഗഛേദശിഖാഹീന എന്ന് കൃഷ്ണദ്വൈപായ വേദവ്യാസൻ പറഞ്ഞ ചേലാകർമ്മം ചെയ്യും, ബാങ്ക് കൊടുക്കും, പന്നിമാംസം ഒഴികെ എല്ലാ മാംസങ്ങളും തിന്നും, മുഹമ്മദ് എന്ന പേരിൽ ഖ്യാതി നേടും എന്നൊക്കെ പറഞ്ഞ ആ പ്രവാചകനെ പിൻപറ്റുന്നവർക്ക് കാരുണ്യം രേഖപ്പെടുത്തപ്പെടുന്നതാണ്.
അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി എന്നിട്ട് പറയാണ് അവരോട് അദ്ദേഹം, എനിക്ക് കേട്ടോളൂ, ആ ജനതയോട്, മനുഷ്യകുലത്തോട് അദ്ദേഹം സദാചാരം കൽപ്പിക്കുകയും വീഡിയോ ആലോചിക്കണം. വീഡിയോ അവരോട് സദാചാരം കൽപ്പിക്കുകയും അതുപോലെ തന്നെ ദുരാചാരത്തിൽ നിന്ന് അവരെ വിലക്കുകയും ചെയ്യുന്നു. എല്ലാവരും ആലോചിക്കണം. സദാചാരം കൽപ്പിക്കുകയും ദുരാചാരങ്ങളിൽ നിന്ന് അവരെ വിലക്കുകയും ചെയ്യും. അതായത് ചെറിയ സംഗതികൾ വരെ, ഉദാഹരണം നമുക്കറിയാം, പരിശുദ്ധ റമദാനിൽ രാത്രി ഭാര്യമാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പാപമാണെന്ന് വിശ്വസിച്ച സഹാബികൾ ഉണ്ടായിരുന്നു. നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്ത് ബഖറയുടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 186, 187 വചനങ്ങളിലൂടെ കടന്നുപോയാൽ കാണാം, രാത്രി ഭാര്യമാരെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതെ മാറ്റി വെച്ചിരുന്നു. കാരണം നോമ്പ് കാലത്ത് പാടില്ല എന്ന് മനസ്സിലാക്കി. പക്ഷെ അള്ളാഹു ഇടപെട്ടു, അത് തിരുത്തി കൊടുത്തു. ഹുന്ന ലിബാസുല്ലക്കും വഅൻതും ലിബാസുല്ലഹുന്ന. അതായത് മനുഷ്യരുടെ ധാരണകളിൽ നല്ലതിനെ ഉറപ്പിക്കുകയും തിന്മയായി അവർ ചിന്തിച്ചതിനെ തിരുത്തുകയും വിശ്വാസത്തെ ഊട്ടുറപ്പിക്കുകയും അന്ധവിശ്വാസത്തെ വിഭാടനം ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് ഓരോ സ്റ്റെപ്പിലും ഖുർആൻ കടന്നു വന്നത്. ഇനി നിങ്ങൾ നോക്കൂ, സൂറത്ത് ബഖറയിലെ തന്നെ 222, 223 ഏറെ വിമർശനങ്ങൾക്ക് വിധേയമായ ഖുർആനിക വചനമാണ്. അതെന്താണ്? സ്ത്രീ പുരുഷന്റെ കൃഷിയിടമാണ്. ഈ 2 സന്ദർഭങ്ങളും പരിശോധിച്ചാൽ കാണാൻ പറ്റും ഏറ്റവും ഉന്നതമായ ഒരു ഇടപെടലാണ് അള്ളാഹു ഇടപെടുന്നത്. അതെന്താ? അതായത് സ്ത്രീകളുടെ മലദ്വാരത്തിലൂടെ പ്രവേശിപ്പിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു. അത് മ്ലേച്ഛമാണ് എന്നും തോന്നിവാസമാണ് എന്നും പഠിപ്പിച്ചു. എന്നാൽ സ്ത്രീയുടെ പിറകുവശത്തിലൂടെ യോനിയിൽ, പ്രത്യുൽപാദന അവയവത്തിൽ പുരുഷന്റെ അവയവത്തെ പ്രവേശിപ്പിക്കുന്നത് തെറ്റില്ല എന്നും അഥവാ അങ്ങനെ പ്രവേശിപ്പിച്ച കുട്ടി കോങ്കണ്ണാകുമെന്നും വിശ്വസിച്ചവർ ജൂതന്മാർക്കിടയിൽ ഉണ്ടായിരുന്നു, മജൂസികൾക്കിടയിൽ ഉണ്ടായിരുന്നു. ആ അന്ധവിശ്വാസത്തെയും തെറ്റിദ്ധാരണയും തിരുത്തിക്കൊണ്ട് നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാണ്, ഒരു കൃഷിക്കാരൻ കൃഷിയിടത്തിൽ എവിടെ നിന്ന് പ്രവേശിക്കുന്നു എന്നത് അതിന്റെ കൃഷിയെ ബാധിക്കുന്ന വിഷയമല്ലെന്ന് പഠിപ്പിച്ചുകൊണ്ട് ഉന്നതമായ ഒരു മൂല്യത്തെ പഠിപ്പിക്കുകയും ഒരു തെറ്റിദ്ധാരണ തിരുത്തുകയും ചെയ്തു. ഞാൻ ആ ഭാഗം പ്രത്യേകം ഫോക്കസ് ചെയ്ത് ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം യുക്തിവാദികൾക്കെതിരെ ഒരു വീഡിയോ കുറച്ചുകൂടെ ഒരു നല്ല രൂപത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് കടന്നു പോകുന്നില്ല. ഞാൻ പറയുന്നത് അവരുടെ ധാരണകളെ, തെറ്റായ ധാരണകളെ തിരുത്തുകയും അവരുടെ നല്ല ധാരണകളെ അരക്കെട്ടുറപ്പിക്കുകയും ചെയ്തുകൊണ്ട് കടന്നുപോയി. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് അവരെ വിലക്കുകയും ചെയ്യുന്നു. ഇനിയാണ് പ്രത്യേകത. നല്ല വസ്തുക്കൾ അവർക്ക് അദ്ദേഹം അനുവദനീയമാക്കുകയും ചീത്ത വസ്തുക്കൾ അവരുടെ മേൽ നിഷിദ്ധമാക്കുകയും ചെയ്യുന്നു. അവരുടെ മേലുണ്ടായിരുന്ന ഭാരങ്ങൾ അദ്ദേഹം ഇറക്കി വെക്കുന്നു, വിലങ്ങുകളും അദ്ദേഹം ഇറക്കി വെക്കുകയും ചെയ്യുന്നു. എന്താണ്? മതപുരോഹിതന്മാർ അവരുടെ മേലെ ഉണ്ടാക്കിയ ഭാരങ്ങൾ നിങ്ങൾക്കറിയാം. ഇത്തഖദു അഖ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ് വൽ മസീഹ് ഇബ്നു മറിയം, സൂറത്ത് തൗബയിലെ 31-ാമത്തെ വചനമാണ്. സൂറത്ത് തൗബയിലെ തന്നെ 35-ാമത്തെ വചനം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ്? യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന കസീറൻ മിനൽ അഖ്ബാരി വറുഹ്ബാനി ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. പൗരോഹിത്യമുണ്ടാക്കിയ സകലമാന ചങ്ങലക്കെട്ടുകളെയും പൗരോഹിത്യത്തിന്റെ കരാളാസ്തങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ സദാചാരവും പഠിപ്പിച്ചു, എല്ലാ ദുരാചാരവും അദ്ദേഹം വിലക്കി, എല്ലാ നല്ല കാര്യങ്ങൾ അനുവദിച്ചു. എന്ത് കുടിക്കണം, എന്ത് കുടിക്കരുത്, എന്ത് കഴിക്കണം, എന്ത് കഴിക്കരുത്, ഭക്ഷണത്തിൽ ഏതൊക്കെ കഴിക്കാം, ഏതൊക്കെ കഴിച്ചുകൂടാ, മാംസങ്ങളിൽ ഏതൊക്കെ കഴിക്കാം, ഏതൊക്കെ, ഇങ്ങനെ കൃത്യമായ അടുക്കും ചിട്ടയുമുള്ള ഒരവസ്ഥ ആ പ്രവാചകൻ ആ സമൂഹത്തിനുണ്ടാക്കി. പൗരോഹിത്യം ചാത്തിയ ചങ്ങലക്കെട്ടുകളിൽ നിന്ന് അവരെ മോചിപ്പിച്ചു. എന്നിട്ടോ അപ്പോൾ അദ്ദേഹത്തിൽ വിശ്വസിക്കുകയും അദ്ദേഹത്തെ പിന്തുണയ്ക്കുകയും സഹായിക്കുകയും അദ്ദേഹത്തോടൊപ്പം അവതരിപ്പിക്കപ്പെട്ട പ്രകാശമാകുന്ന ഖുർആനിനെ പിൻപറ്റുകയും ചെയ്തവരാരോ അവർ തന്നെയാണ് വിജയികൾ. ഈ വാചകം നിങ്ങൾ പഠിക്കണം. അമാനുകളുടെ പരിഭാഷ വെച്ച് ഇന്ന് വായിക്കുമെന്ന് തീരുമാനിക്കണം. ഒരു 10 ആളെങ്കിലും നിങ്ങൾ അത് വായിക്കണം. അപ്പോൾ മനസ്സിലാകും പ്രവാചകൻ ആരായിരുന്നു, അദ്ദേഹത്തിലെ ഉത്തമ മാതൃക എന്തായിരുന്നു, അദ്ദേഹം ജനങ്ങളെ പഠിപ്പിച്ച കാര്യം എന്തായിരുന്നു. ഓരോ തെറ്റിദ്ധാരണ, സൂറത്ത് ആൽ ഇംറാനിലെ 94 നിങ്ങൾ പരിശോധിച്ചോ. ജൂതന്മാർക്കിടയിൽ ഉണ്ടായിരുന്ന ഒട്ടകവുമായി ബന്ധപ്പെട്ട തെറ്റായ നടപടിക്രമങ്ങളെ അല്ലെങ്കിൽ പ്രവാചകനുമായി അവർ ആരോപിച്ചിരുന്ന കാര്യങ്ങളെ ക്ലിയർ ചെയ്തുകൊണ്ടാണ് കടന്നുപോയത്. സൂറത്ത് മാഇദയുടെ തുടക്കം പരിശോധിച്ചാൽ ഏത് കഴിക്കാം, ഏത് കഴിച്ചുകൂടാ, എത്ര കഴിക്കാം, എത്ര കഴിച്ചുകൂടാ, എല്ലാം. അപ്പൊ നിങ്ങൾക്കറിയാം 7-ാം അധ്യായം, ഞാൻ 7-ാം അധ്യായമാണ് ഉദ്ധരിച്ചത്. അതിലെ 31-ാമത്തെ വചനം നോക്കൂ.
യാ ബനി ആദമ ഖുദൂ സീനത്തുക്കും ഇൻദ കുല്ലി മസ്ജിദിൻ കുലൂ വശ്റബൂ വലാ തുസ്രിഫൂ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. തിന്നോളൂ കുടിച്ചോളൂ, നല്ലത് തിന്നോളൂ കുടിച്ചോളൂ, പക്ഷെ ഇസ്രാഫ് കാണിക്കരുത്. യാ അയ്യുഹന്നാസ് കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ തയ്യിബ. സൂറത്ത് ബഖറ 168, സൂറത്ത് ബഖറയിലെ 172 ഒന്നുകൂടി കൃത്യതപ്പെടുത്തുന്നു. അങ്ങനെ ഏതേത് രംഗത്തുമുള്ള സദാചാരവും നന്മയും പഠിപ്പിച്ചുകൊണ്ടാണ് ആ തിരുദൂതർ ലോകത്തേക്ക് കടന്നു വന്നത്. ഇനി അതിന്റെ തൊട്ട് താഴെയുള്ള വചനം സൂറത്ത് അറാഫിലെ 158, ഖുൽ യാ അയ്യുഹന്നാസ്, അല്ലയോ നബിയേ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമിയാ. ഈ ആയത്ത് പറയാതെ മറ്റേ ആയത്ത് പൂർത്തിയാവില്ല. എന്താ പറയുന്നത്? ഖുൽ യാ അയ്യുഹന്നാസ്, നബിയെ ജനങ്ങളെ വിളിക്കുക, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമിയാ, ഞാൻ നിങ്ങളിലേക്കെല്ലാം ഉള്ള പ്രവാചകനാണ്. എങ്ങനെയുള്ള പ്രവാചകൻ? ഒരു പഞ്ചായത്തിന്റെ പ്രസിഡന്റ് തെരഞ്ഞെടുത്തയച്ചതാണോ? ഒരു ഗോത്രീയമായ സംസ്കാരത്തിന്റെ ഗോത്രത്തിൻ്റെതായ സങ്കുചിതങ്ങളുള്ള ഒരു ഗോത്ര നായകൻ തെരഞ്ഞെടുത്തതാണോ ഈ പ്രവാചകനെ? അല്ല. അല്ലദീ ലഹൂ മുൽക്കുസ് സമാവാതി വൽ അർദ്, 7 ആകാശങ്ങളുടെയും 7 ഭൂമിയുടെയും ആധിപത്യം ആർക്കാണോ ആ ലോകനാഥനാണ്, റബ്ബുൽ ആലമീനാണ്. ഈ 14 ലോകങ്ങളുടെയും നാഥനാണ് ഈ പ്രവാചകനെ തെരഞ്ഞെടുത്തത്. പഞ്ചായത്തിന്റെ നബിയല്ല, ഗ്രാമത്തിന്റെ നബിയല്ല, ഗോത്രത്തിന്റെ നബിയല്ല, അറബ് ജനതയുടെ നബിയല്ല, യൂറോപ്യന്മാരുടെ നബിയല്ല, മറിച്ച് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, 715 കോടി മനുഷ്യർക്കുമുള്ള നബിയാണ് ഞാൻ. നോക്കൂ നിങ്ങൾ, എത്ര കൃത്യമാണ്, എത്ര വ്യക്തമാണ്. ആലോചിച്ചു നോക്കണം നിങ്ങൾ, എത്ര വ്യക്തമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ആയത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അതോടൊപ്പം സൂറത്ത് അഹ്സാബിലെ 33-ാം അധ്യായത്തിലെ 45, 46 വാചകങ്ങളും കൂടെ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതുണ്ട്. യാ അയ്യുഹൽ നബിയു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. 33-ാം അധ്യായം സൂറത്ത് അഹ്സാബ്, സൂറത്ത് അഹ്സാബിലെ 45, 46 സംഗതികളാണ്. അവിടെ എന്താ പറയുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിക്കേ, ഞാൻ പറയാം. ആ വാചകം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേട്ടോ. അല്ലയോ പ്രവാചകരെ, യാ അയ്യുഹൻ നബിയു, അല്ലയോ പ്രവാചകരെ, താങ്കൾ ആരാണ്? ഇന്നാ അർസൽനാക ഷാഹിദൻ, അങ്ങ് ലോകത്തിന് മാതൃകയാണ്. എല്ലാ നന്മ കൽപ്പിക്കുന്നതിലും ലോകഗുരു മാതൃകയാണ്. അദ്ദേഹത്തിൽ നിന്നൊരു മോശമായ മാതൃക, അദ്ദേഹത്തിൽ നിന്ന് ഒരു വൃത്തികെട്ട മാതൃക, അനുകരണീയമല്ലാത്ത ഒരു മാതൃക ആ പ്രവാചകനിൽ നിന്നുണ്ടായിട്ടേയില്ല. മാത്രവുമല്ല, അങ്ങ് മുബശ്ശിറാണ്, നദീറാണ്. സ്വർഗത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുകയും നരകത്തെക്കുറിച്ച് താക്കീത് നൽകുകയും വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി, അല്ലാഹുവിന്റെ അനുമതി പ്രകാരം അല്ലാഹുവിലേക്ക് ക്ഷണിക്കുകയും വസിറാജൻ മുനീറ, അങ്ങ് പ്രകാശം നൽകുന്ന ഒരു വിളക്കായി കൊണ്ട് നിയോഗിച്ചിരിക്കുന്നു എന്നാണ്. ഇരുട്ടിലേക്കല്ല നബി നയിച്ചത്, അന്ധവിശ്വാസത്തിലേക്കല്ല പ്രവാചകൻ നയിച്ചത്, അവിശ്വാസത്തിലേക്കല്ല പ്രവാചകൻ നയിച്ചത്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കാണ്. അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ. സൂറത്ത് ഇബ്രാഹിം 14-ാം അധ്യായം 1-ാമത്തെ വാചകമാണ്. ആ വാചകത്തിൽ റബ്ബുന, നമ്മുടെ നാഥൻ പറയുന്നത് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഗ്രന്ഥം എന്നാണ്. അതുകൊണ്ട് തന്നെ ആ പ്രവാചകന്റെ ദൗത്യം സ്വർഗത്തിലേക്ക് നയിക്കലാണ്, നരകത്തിൽ നിന്ന് മോചിപ്പിക്കലാണ്, സദാചാരം കൽപ്പിക്കലാണ്, ദുരാചാരത്തിൽ മുക്തി നേടലാണ്, മനുഷ്യ ശരീരത്തിലെ ഹൃദയത്തിലെ ശുദ്ധീകരിക്കലാണ്. അലാ ഫഇന്ന ഫിൽ ജസദി മുളഅ ഇദാ സലഹതു സലഹൽ ജസദു കുല്ലു വഇദാ ഫസദതു ഫസദൽ ജസദു കുല്ലു അലാ വഹിയൽ ഖൽബ്. അറിയുക, നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. ആ മാംസം നന്നായാൽ ശരീരം മുഴുവനും നന്നായി. അത് കേടുവന്നാൽ നിങ്ങളുടെ ഹൃദയം കേടുവന്നു, നിങ്ങളുടെ ശരീരം കേടുവന്നു. അത് നിങ്ങളുടെ ഹൃദയമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ കല്ലാ ഇന്നഹും മൻ റബ്ബിഹിം യൗമൈദിൻ ലമഹ്ജൂബൂൻ. ഖുർആനിലെ 83-ാം അധ്യായം 14-15 വാചകങ്ങളാണ്. അതിൽ അല്ലാഹു പറയുന്നത് പാപക്കറകൾ ചെയ്ത് ഹൃദയം കറുത്തുപോയവരെ കുറിച്ചാണ്. അള്ളാഹുവിനെ അവർ കണ്ടുമുട്ടുകയില്ലെന്നും തുടർന്ന് അള്ളാഹു പറയും. അതുകൊണ്ട് തന്നെ പ്രവാചക തിരുമേനി പഠിപ്പിച്ച ഉന്നതമായ സദാചാര മൂല്യങ്ങളെ പറ്റി പറയുമ്പോൾ ഒരു സുപ്രധാനമായ കാര്യം പറയേണ്ടതുണ്ട്. നേഗസ് രാജാവിന്റെ കൊട്ടാരത്തിൽ ജാഫർ ബിൻ അബീ താലിബ് ചെല്ലുമ്പോൾ ജാഫർ ബിൻ അബീ താലിബിനോട് നേഗസ് രാജാവ് ചോദിക്കുന്നുണ്ട്, ആട്ടെ, ഈ പ്രവാചകൻ എന്താ നിങ്ങളെ പഠിപ്പിക്കുന്നത്? ഈ പ്രവാചകൻ നിങ്ങളോട് എന്താ പറയുന്നത്? ആര് പറഞ്ഞു? ഞങ്ങൾ ശബന്തീനികളായിരുന്നു, ഞങ്ങൾ ബിംബങ്ങളെ ആരാധിച്ചവരായിരുന്നു, ഞങ്ങൾ കല്ലും മുള്ളും ആരാധിച്ചവരായിരുന്നു,
ഞങ്ങൾ സൃഷ്ടികളെ ആരാധിച്ചവരായിരുന്നു, കുടുംബ ബന്ധത്തിന്റെ മഹത്വം അറിയാത്തവരായിരുന്നു, ഞങ്ങൾ മദ്യപാനികളായിരുന്നു, ഞങ്ങൾ കൊലപാതകികളായിരുന്നു, അനേക തിന്മകൾ ചെയ്തവരായിരുന്നു. ആ പ്രവാചകൻ ഞങ്ങളെ ഏകദൈവ വിശ്വാസം പഠിപ്പിച്ചു, മദ്യപിക്കരുതെന്ന് പഠിപ്പിച്ചു, വ്യഭിചരിക്കരുതെന്ന് പഠിപ്പിച്ചു, കുടുംബബന്ധം ചേർക്കണമെന്ന് പഠിപ്പിച്ചു. നല്ലതല്ലാത്ത ഒന്നും ആ പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ചില്ല. നേഗസ് രാജാവ് പറഞ്ഞു, പൂർവ്വ പ്രവാചകന്മാരെയും പൂർവ്വവേദങ്ങളെയും പഠിക്കുന്നവർക്കറിയാം ഇതൊരു സത്യപ്രവാചകനാണ് എന്ന്. ആ സത്യപ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും. അവർക്കറിയാം ആ പ്രവാചകനെ സ്വന്തം മക്കളെ തിരിച്ചറിയുന്നത് പോലെ അവർക്കറിയാം ആ റസൂലുള്ളയെ എന്നാണ് അവർ പറയുന്നത്. റസൂൽ അവരെ പഠിപ്പിച്ചത് നീതിയാണെന്ന് അവർക്കറിയാമായിരുന്നു. നബി അവരെ പഠിപ്പിച്ചത് സദാചാരമാണെന്ന് അവർക്കറിയാമായിരുന്നു. നബി ഒരു കാരണവശാലും തിന്മ അവരെ പഠിപ്പിച്ചിട്ടില്ലെന്ന കാര്യം അവർക്കെല്ലാം അറിയാമായിരുന്നു. ആ പ്രവാചകൻ പഠിപ്പിച്ച സദാചാര മൂല്യങ്ങളെ, ഉത്തമമായ മാതൃകകളെയാണ് നാം ഇവിടെ ടച്ച് ചെയ്തു പോകുന്നത്. ഇനിയോ നാം ചില കാര്യങ്ങൾ വളരെ ഗൗരവമായി പഠിച്ചു മുന്നോട്ട് പോകേണ്ടതാണ്. ഞാനിവിടെ പറയുന്നത് ചില വാചകങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയുമാണ്. ലോകപ്രസിദ്ധനായ ഒരു നിരീശ്വരവാദി, അദ്ദേഹത്തിന്റെ ഒരു ഉദ്ധരണിയാണ് ആൾഡസ് ഹക്സ്ലി എന്ന് പറയുന്ന ലോകം കണ്ടിട്ടുള്ള ഒരു നിരീശ്വരവാദിയുടെ വാചകം. നിങ്ങൾ ഇന്ന് ആസ്വദിക്കുവാനും അനുഭവിക്കുവാനും കഴിയുന്ന ആനന്ദം ഒരു കാരണവശാലും നാളേക്ക് മാറ്റിവെക്കരുത് എന്നാണ്. നിങ്ങൾക്ക് ഇന്ന് ആസ്വദിക്കുവാൻ പറ്റുന്ന, അനുഭവിക്കാൻ പറ്റുന്ന ഒരാനന്ദത്തെയും നിങ്ങൾ ഒരു കാരണവശാലും നാളേക്ക് മാറ്റിവെക്കരുത്. ഇത് നിങ്ങൾ ആസ്വദിക്കണം എന്നാണ്. അതുകൊണ്ടാണ് കേരളത്തിലെ കവി പറഞ്ഞത്, എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം, മുന്തിരിച്ചാറ് പോലുള്ള ഈ ജീവിതം, എന്നും ഇതിന്റെ ലഹരിയിൽ ആനന്ദ തുന്തിലമൻ മനം മൂളിപ്പറക്കണം എന്ന് കവിത ചൊല്ലിയതും അതുകൊണ്ടാണ്. സിഗ്മണ്ട് ഫ്രോയിഡ്, വിശ്വപ്രസിദ്ധനായ മനഃശാസ്ത്രജ്ഞനായ സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞതും മനുഷ്യന്റെ ജന്മവാസനകൾക്കും തയച്ചു വളരാൻ വിഘാതം വരുത്തുന്ന മൂല്യസങ്കല്പങ്ങളും സാമൂഹിക സമ്മർദ്ദങ്ങളുമാണ് എല്ലാ ദുരിതങ്ങളുടെയും കാരണമെന്നാണ്. മൂല്യമില്ലാത്ത, ധർമ്മമില്ലാത്ത, അരാജകത്വം കൊടികുത്തി വാഴുന്ന ഒരു ലോകത്തെ കുറിച്ചാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞത്. അതുകൊണ്ടാണ് ലോകപ്രസിദ്ധരായ യുക്തിവാദികളും നിരീശ്വരവാദികളും മതനിഷേധികളും അംഗീകരിക്കുന്ന ബർട്രൻഡ് റസൽ അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്ന ഏലിയറ്റിന്റെ ഭാര്യയെ 3 കൊല്ലമാണ് കിടപ്പറയിൽ കൊണ്ടുപോകുന്ന ഉപയോഗിച്ചത്. ഏലിയറ്റ് അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്നു. ആ ശിഷ്യനോട് ചോദിക്കുന്നത്, നിനക്ക് ഉന്നതനാകണ്ടേ, നിനക്ക് ഫേമസ് ആകണ്ടേ, അതുകൊണ്ട് നിന്റെ ഭാര്യയെ എനിക്ക് തരണം എന്ന് പറഞ്ഞ് 3 വർഷം VVM ഐവുഡ് എന്ന് പറയുന്ന അതീവ സുന്ദരിയെ ബർട്രൻഡ് റസൽ ഉപയോഗിക്കുകയായിരുന്നു. ഇതായിരുന്നുവോ ധാർമ്മികത? ഇതാണോ ലോകം പഠിപ്പിച്ച ധാർമ്മികത? പഴയകാല കമ്മ്യൂണിസ്റ്റ് സങ്കല്പങ്ങളിലെല്ലാമുള്ള ധാർമ്മികതയുടെ അവസ്ഥ എന്താണ്? മനുഷ്യനെ കുറിച്ച് പോലും അവർ പറയുന്നത് എന്താണ്? നമുക്കറിയാം, ചിന്ത പബ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു പബ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഞാൻ നിങ്ങൾക്കൊരു ഉദ്ധരണി വായിച്ചു കേൾപ്പിച്ചു തരാം. മനുഷ്യൻ ഇതര ജീവികളുടെ തുടർച്ചയായും പകർച്ചയായും മാത്രം അനുസരിച്ച് നമ്മുടെ പൂർവികർ വനാന്തരങ്ങളിലെ വൃക്ഷത്തലപ്പുകളിൽ ഓടിച്ചാടി നടക്കുന്ന വാനരന്മാരായിരുന്നു. അവിടെയുള്ള പഴങ്ങൾ പറിച്ചു തിന്നാണ് ജീവിച്ചിരുന്നത്. പഴം തിന്ന് തീർന്നപ്പോൾ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് കായ്കനികൾ കഴിക്കാൻ തുടങ്ങി. മരക്കൊമ്പുകളിലെ പഴം തച്ചു വീഴ്ത്താനും എറിയാനുമായി മുന്നിലെ കാലുപയോഗിച്ചപ്പോൾ ക്രമേണ അവ കൈകളായി മാറി. വാലറ്റുപോവുകയും താടിയെല്ല് വളരുകയും നട്ടെല്ല് നിവരുകയും രോമം കൊഴിഞ്ഞു പോവുകയും ചെയ്തു. അങ്ങനെ വാനരൻ നരനായി മാറി. ചിന്താ പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ച ബാലസംഘം എന്തിന് പുറം 122, 123 കാണുക. ഇവിടെ വിവരിച്ച ഏതെങ്കിലും ഒരു കാര്യം സയൻസ് കൊണ്ട് തെളിയിച്ചതാണോ? വാലറ്റ് പോയി എന്നത് സയൻസ് കൊണ്ട് തെളിയിച്ചതാണോ? രോമം കൊഴിഞ്ഞു പോയി എന്ന് സയൻസ് കൊണ്ട് തെളിയിച്ചതാണോ? കാലുകൾ കയ്യായി മാറി എന്നത് തൊള്ളപടായി അല്ലാതെ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്? സയൻസ് എന്ന് പറയുന്നത് തെളിവുകൾ നയിക്കട്ടെ എന്നായിരുന്നല്ലോ യുക്തിവാദികളുടെ ലിറ്റ്മസ് 19. എന്ത് തെളിവാണ് ഈ മാനദണ്ഡത്തിനുള്ളത്? മനുഷ്യൻ കുരങ്ങിൽ നിന്നാണ് ഉണ്ടായതെന്നും അതുകൊണ്ട് തന്നെ മനുഷ്യൻ മൃഗതുല്യനാണെന്നും പറയുന്ന ഈ ഉദ്ധരണികളിൽ നാം കാണുന്നത് ഈ വൃത്തികെട്ട അവസ്ഥാവിശേഷമാണ്. സാർത്ര, നിങ്ങൾക്കറിയാം, വിശ്വപ്രസിദ്ധനായ സാർത്ര, അദ്ദേഹം പറയുന്നുണ്ട്, ദൈവമില്ല, അതിനാൽ എല്ലാം അനുവദനീയം തന്നെ. അല്ലെ, ദൈവമില്ല, എല്ലാം അതുകൊണ്ട് തന്നെ അനുവദനീയമാണ് എന്ന് പറയാൻ. എന്നാൽ വോൾട്ടയർ, വിശ്വപ്രസിദ്ധനായ വോൾട്ടയർ, ആ വോൾട്ടയർ പറയുന്നുണ്ട്, എന്റെ പാൽക്കാരൻ ദൈവവിശ്വാസിയായത് വലിയ ഭാഗ്യമാണ്, ദൈവവിശ്വാസിയായത് കൊണ്ട് എന്റെ പാൽക്കാരൻ പാലിൽ വെള്ളം ചേർക്കുകയില്ല എന്ന്. ഈ രണ്ടാശയങ്ങളും, ദൈവമില്ലാത്തത് കൊണ്ട് എന്തും ചെയ്യാമെന്ന ആശയം,
ദൈവമുള്ളത് കൊണ്ട് പാലിൽ വെള്ളം ചേർക്കില്ലെന്ന വോൾട്ടയറിന്റെ സിദ്ധാന്തവും ഏറ്റവും പ്രബലമായ സിദ്ധാന്തം ഇസ്ലാം ലോകത്തിന്റെ മുമ്പിൽ വെച്ചതാണ്. പാലിൽ വെള്ളം ചേർക്കില്ല എന്ന് പറയുന്ന ധാർമ്മികത, പാലിൽ വെള്ളം ചേർക്കില്ലെന്ന് മാത്രമല്ല, ചുറ്റും കറുത്ത് തമോമയമായി ഇരുൾമുറ്റും ഇരവിധിയിൽ ഏകാഗിയാണു ഞാൻ, കൂട്ടിനൻ തോയനില്ലായികയാൽ എൻ നിദ്ര പറന്നുപോയോ എന്ന് ഖലീഫ ഉമറിന്റെ കാലത്ത് ഭർത്താവ് പട്ടാളത്തിലായപ്പോൾ അള്ളാനെ മാത്രം പേടിച്ച പെണ്ണ് പാടിയതും ഈ ഒരു ആശയമാണ് എന്ന കാര്യം ഒരു കാരണവശാലും നമ്മൾ മറന്നുപോകാൻ പാടില്ല. സഹോദരങ്ങളെ, കുവൈത്തിലെ ഫഹായിൽ യൂണിറ്റ് സംഘടിപ്പിക്കുന്ന ഈ വൈജ്ഞാനിക വേദിയിൽ തീർച്ചയായും നാം ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്, ചില കാര്യങ്ങൾ നാം നോട്ട് ചെയ്യേണ്ടതുണ്ട്. അതെന്താണ്? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതര ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പല അടിസ്ഥാനങ്ങളുമുണ്ട്. ഇവിടെയാണ് ധാർമ്മികതയുടെ ഒരു നിർവചിക്കൽ നടക്കേണ്ടത്. എന്താണ് ധാർമ്മികത? ആര് പറയും ആ ധാർമ്മികത? അപ്പൊ നിങ്ങൾക്കറിയാം, 2019 ലിറ്റ്മസിൽ മനു പ്രസാദ് എന്ന് പറയുന്ന ആലപ്പുഴക്കാരൻ മാതാവ് സമ്മതിച്ചാൽ പിതാവ്, മകള് സമ്മതിച്ചാൽ പിതാവിന് മകളുമായും, മാതാവ് സമ്മതിച്ചാൽ മകനെ മാതാവുമായും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന വൃത്തികേട് കേരളക്കരയിൽ ആദ്യമായി പ്രസംഗിച്ച വൃത്തികെട്ടവൻ അതായിരുന്നു മനു പ്രസാദ് എന്ന് പറയുന്ന 2 കാലിൽ നിൽക്കുന്ന കൊരങ്ങിന്റെ സന്തതി എന്ന് ലോകത്തെല്ലാവരും മനസ്സിലാക്കിയ കാര്യമാണ്. ആ സന്തതി പ്രസംഗിച്ചത് 2019 അല്ലേ? അന്ന് അതേ പ്രസംഗത്തിൽ ഈ വിദ്വാൻ പറയുന്നുണ്ട്, 100 യുക്തിവാദികൾ ഇരുന്നാൽ 1001 ചിന്തയാണ് എന്ന്. 100 യുക്തിവാദികൾ ഇരുന്നാൽ 1001 ചിന്തയാണ് എന്നും. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. കാലത്തിനൊത്ത് ഇൻഷാ അല്ലാഹ് നാളെ ഒരു പ്രഭാഷണം വരാനുണ്ട്. അത് ഇതാണ്: വേദഗ്രന്ഥങ്ങളില്ലാതെ മനുഷ്യർ നന്നാകുമോ? അതായത് എന്താ അതിൽ പറയണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, അത് നിങ്ങളൊന്ന് കേട്ട് കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് കിതാബില്ലായ്മയാണ് സദാചാരം എന്ന യുക്തിവാദികളുടെ വാദത്തെ പൊളിച്ചെഴുതിയ ഒരു പരിപാടി ഇന്ന് നടന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത് നമ്മൾ ഗൗരവമായി ആലോചിക്കാം. ആരുടെ സദാചാര മൂല്യം? എ ജബ്ബാർ പറയുന്നതാണ് ശരിയെന്ന് സി രവിചന്ദ്രൻ അംഗീകരിക്കോ? സി രവിചന്ദ്രനാണ് പറയുന്നത് എന്നത് വേറുള്ള യുക്തിവാദികൾ അംഗീകരിക്കോ? ആരുടെ യുക്തി, ആരുടെ ബുദ്ധി, ആരുടെ ധാർമ്മിക സങ്കല്പം? അമേരിക്കക്കാരന്റെ ധാർമ്മിക സങ്കല്പമാണോ ഇന്തോനേഷ്യക്കാരൻ്റെത്? ഇന്തോനേഷ്യക്കാരന്റെ മൂല്യനിർണയമാണോ ആ ചൈനക്കാരൻ്റെത് ആണോ? നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. നേരെ മറിച്ച് ഇസ്ലാമിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, മതപരമായ ഏത് വിഷയത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായാലും അള്ളാഹുലേക്ക് റസൂലിലേക്ക് മടക്കുക. ഖുർആനിന്റെ 4-ാം അധ്യായം 59-ാമത്തെ വചനമാണ്. അതെ, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. അള്ളാഹുവിന്റെ റസൂൽ എന്താണോ കൊണ്ടുവന്നത് അത് സ്വീകരിക്കൂ എന്നാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ്. സൂറത്ത് അഹ്സാബിലെ 21-ാമത്തെ വചനമാണ്. പ്രവാചകനിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃക. നിങ്ങൾ നോക്കൂ, ആയിഷ ബീവിയുടെ പേരിൽ വ്യഭിചാരാരോപണം ആ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മുത്തു നബിയുടെ പേരിൽ ഉണ്ടായിട്ടുണ്ടോ? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ നബിയുടെ പേരിൽ അത്തരം ഒരു ചാൻസ് പോലും, ഒരു സാഹചര്യം പോലും അല്ലമീൻ എന്ന് ലോകം വിളിക്കുകയും, അതായത് അറബ് ജനത ഒരു ഒളിക്കണ്ണിട്ട് ഈ മുഹമ്മദ് എന്നെ നോക്കി, എന്റെ സൗന്ദര്യം ആസ്വദിച്ചു, ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ഒളിച്ചു നോക്കി എന്നൊരാരോപണം ജൂതന്മാർക്കുണ്ടായിരുന്നില്ല, ക്രിസ്ത്യാനികൾക്കുണ്ടായിരുന്നില്ല, അതുപോലെ അവിടെയുള്ള ബൗദ്ധ വിശ്വാസികൾക്കുണ്ടായിരുന്നില്ല, മജൂസികൾക്കുണ്ടായിരുന്നില്ല. അവിടുത്തെ ഒരു വിഭാഗം ആളുകൾക്കും ആ പ്രവാചകനെ കുറിച്ച് ഉണ്ടായിരുന്നില്ല എന്നത് എത്ര ശ്രേഷ്ഠമായ കാര്യമാണ്. സംഗീതം ആസ്വദിക്കുന്ന കല്യാണ വിരുന്നിൽ പോലും പോകാതെ ഒരു മരച്ചുവട്ടിൽ കിടന്നുറങ്ങിയ ആ പ്രവാചകനോളം സദാചാരം പഠിപ്പിക്കാൻ അർഹതയുള്ളവർ ആരാണ്? ഒരു പെണ്ണിനെ കണ്ണുകൊണ്ട് വ്യഭിചരിക്കരുതേ എന്നും, കാതുകൊണ്ട് വ്യഭിചരിക്കരുതേ എന്നും, കൽബ് കൊണ്ട് വ്യഭിചരിക്കരുതേ എന്നും, ഒരു പെണ്ണിനെ കൈകൊണ്ട് തൊടരുതേ എന്നും, കാലുകൊണ്ട് സ്പർശിക്കരുതേ എന്നും, അതൊക്കെ അന്യ സ്ത്രീയാണെങ്കിൽ പാപമാണെന്നും ലോകത്തെ പഠിപ്പിച്ച ഈ തിരുദൂതർ. സൂറത്ത് മുഅ്മിനൂന്റെ തുടക്കം തന്നെ എന്താണ്? വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ എന്നാണ്. ആ 1 മുതൽ 7 വരെയുള്ള വചനം. അതേ, ഗുഹ്യാവയവത്തെ കാത്തു സൂക്ഷിച്ചവർ എന്നാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ, നിങ്ങൾക്കറിയാം, ഇസ്ലാമിന്റെ സദാചാരം അരക്കെട്ടിലോ എന്ന് എന്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. യുക്തിവാദികൾക്ക് കൊടുത്ത മറുപടി അരക്കെട്ടിന്റെ സദാചാരത്തെ കുറിച്ച് തന്നെയാണ് ലോകം എല്ലാ കാലത്തും ചർച്ച ചെയ്തത്. യൂസുഫ് നബി ജയിലിൽ പോയത് ഏത് വിഷയത്തിന്റെ പേരിലാണ്? എവിടേക്കാണ് സുലേഖ യൂസുഫ് നബിയെ ക്ഷണിച്ചത്? അരക്കെട്ടും അരിക്കെട്ടും കൂട്ടിയോജിക്കുന്നതിലേക്ക് തന്നെ ആയിരുന്നില്ലേ? എല്ലാവിധ ലൈംഗികമായ ആരോപണങ്ങളും വരുന്നത് അരക്കെട്ടും കൂടിച്ചേർന്നു എന്ന തെറ്റിദ്ധാരണയിലല്ലേ? അതുകൊണ്ട് തന്നെ സദാചാരത്തിന്റെ എല്ലാ വശങ്ങളും സ്വന്തം ജ്യേഷ്ഠന്റെ ഭാര്യ
നിങ്ങൾക്ക് ഒരാണി തലയിൽ തറയ്ക്കുന്ന പോലെ നിങ്ങൾക്ക് അതിനേക്കാൾ ഉത്തമം മരണമാണ് എന്ന് പഠിപ്പിച്ച പ്രവാചകനാണ്. ഇന്ന് ഓരോ വീടുകളിൽ സ്വന്തം അനുജന്റെ ഭാര്യയുമായും സ്വന്തം ജ്യേഷ്ഠന്റെ ഭാര്യയുമായും അവർ ഗർഭിണികളായിട്ട് സപ്റ്റിക് ടാങ്കിൽ പോലും കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിട്ട് അനുഭവം എന്റെ നാടിന്റെ പരിസരത്ത് എനിക്ക് അനുഭവമുണ്ട്. അവിടെയൊക്കെ സദാചാരം കാത്തു സൂക്ഷിക്കാൻ സാധിച്ചോ? എന്തായിരുന്നു നമ്മുടെ നാട്ടിലെ സദാചാരം? ഇന്ന് സദാചാരത്തിന്റെ ആളുകളെ പറഞ്ഞു കൂട്ടുന്നത് എന്താണ്? ഞങ്ങളാണ് ധാർമ്മികവാദികളെന്നും ഞങ്ങളാണ് സത്യത്തിന്റെ ആളുകളെന്നും പറയുന്നവർ നാവനക്കിയാൽ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്കറിയാം, ഞാനിവിടെ എന്റെ ക്ലാസ് കേൾക്കുന്ന മുഴുവൻ ആളുകളോടും ഒരു കാര്യം ചോദിച്ചു കൊള്ളട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മുഹമ്മദ് നബി പഠിപ്പിച്ച മൂല്യം നമ്മുടെ മനസ്സിലുണ്ട്. നമ്മൾ അതനുസരിച്ച് ജീവിക്കുന്നില്ലെങ്കിൽ പോലും നബിയെ പോലെ നല്ല മനുഷ്യരാകാൻ നമുക്ക് കഴിയുന്നില്ല എന്നാണ് നമ്മുടെ മനസ്സിലുള്ളത്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പെണ്ണിനെയും പ്രേമിച്ച് നടന്നിട്ടില്ല, ഒരന്യ സ്ത്രീയെയും നബി കാമിച്ചിട്ടില്ല. നമുക്കറിയാം, അവിടെയൊക്കെ റസൂലുള്ളാഹി പഠിപ്പിച്ചെന്താ? അതിന് പുറമേയുള്ള ഭാര്യമാരുമായിട്ടല്ലാതെ, അനുവദിക്കപ്പെട്ട ലൈംഗിക ബന്ധങ്ങളല്ലാതെ വേറൊരാളുമായും നിങ്ങൾക്ക് പാടില്ല എന്ന് പഠിപ്പിച്ച് സദാചാരത്തിന്റെ ഉന്നതമായ കാവലാളാവുകയാണ്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്തിനാണ് ഒരു പെണ്ണിനെ ഒരു തവണ നോക്കിപ്പോയാൽ കണ്ണ് വലിച്ചു കളയണം എന്ന് നബി പറഞ്ഞത്? വലിയൊരു സയൻസും കൂടി ഉണ്ട് അതിൽ. ഞാൻ പറയാം, ചെറുപ്പക്കാരായ എത്രയോ ആളുകൾ എന്റെ പ്രസംഗം കേൾക്കുന്നുണ്ടാവും. മക്കളെ, ഒരു പെണ്ണിനെ ആദ്യം കാണുമ്പോൾ നമുക്ക് വികാരം ഉണ്ടാവില്ല. വീണ്ടും വീണ്ടും ആ പെണ്ണിനെ കാണുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്. ആ ഡോപ്പമിൻ എന്ന ഹോർമോൺ കാണുന്തോറും ആ സ്ത്രീയിലേക്ക് നമുക്ക് അട്രാക്ഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ആ സ്ത്രീയെ ആസ്വദിക്കാനുള്ള അട്രാക്ഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. എല്ലാരും മനസ്സിലാക്കണം, ഒരു പുരുഷനെ കണ്ടു എന്നതുകൊണ്ട് ഡോപ്പമിൻ സ്ത്രീകളിൽ ഒരിക്കലും ഉൽപ്പാദിപ്പിക്കപ്പെടുകയില്ല. അഥവാ അത് 10% അതിന്റെ 9 ഇരട്ടിയാണ് പുരുഷന്. അതുകൊണ്ടാണ് സ്ത്രീയുടെ ലൈംഗികമായ ദാഹം അത് ഉച്ചസ്ഥായിയിൽ എത്തുന്നത് സ്പർശനത്തിലൂടെയും ചുംബനത്തിലൂടെയും തലോലുടെയുമാണ്. എന്നാൽ ഒരു സ്ത്രീയുടെ നരിയാണിയുടെ മേലെ നിന്ന് അവരുടെ ഡ്രസ് ഒരൽപ്പം പൊങ്ങിയാൽ പുരുഷന് വികാരമുണ്ടാകുന്നത് ഈ ഡോപ്പമിൻ എന്ന് പറയുന്ന ഹോർമോണാണ്. അതറിയാവുന്ന, ശരീരത്തെ സൃഷ്ടിച്ച പടച്ച തമ്പുരാനാണ് സ്ത്രീയോട് മാന്യമായ വസ്ത്രം ധരിക്കാൻ പറഞ്ഞത്. ഇസ്ലാമിന്റെ സദാചാരത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 2 റോബസ്റ്റപ്പഴം നമ്മുടെ റോട്ടിൽ നിൽക്കുകയാണ്. അവിടെ റോട്ടില് മാലിന്യങ്ങൾ കൂമ്പാരമായ ഒരു റോട്ടിൽ 2 റോബസ്റ്റപ്പഴവും വാങ്ങി നമ്മൾ നിൽക്കുകയാണ്. ഒരു റോബസ്റ്റപ്പഴം തൊലി ഉരിഞ്ഞ് നമ്മൾ റോട്ടിലേക്ക് ഇട്ടു, ഒരു റോബസ്റ്റപ്പഴം തൊലി ഉരിയാതെ റോട്ടിലിട്ടു. ഇതിലേത് നമ്മൾ തിരഞ്ഞെടുക്കും? തൊലി ഉരിഞ്ഞ റോബസ്റ്റപ്പഴമാണോ തിരഞ്ഞെടുക്കുക? തൊലി ഉരിയാത്ത റോബസ്റ്റപ്പഴമാണോ ബുദ്ധിയുള്ളവർ തിന്നാൻ ഉപയോഗിക്കുക? 2 മിഠായികൾ കയ്യിലെടുത്തു. ഒരു മിഠായിയുടെ ആ കവർ കഴിച്ച് മിഠായി നിലത്തേക്കിട്ടു, മണ്ണിലേക്കിട്ടു. ഒരു മിഠായി കവറോടെ നിലത്തേക്കിട്ടു. ഏത് നമ്മൾ തിരഞ്ഞെടുക്കും? യുക്തിവാദി ഏത് തിരഞ്ഞെടുക്കും? നിരീശ്വരവാദി ഏത് തിരഞ്ഞെടുക്കും? ശരീരം മുഴുവനും പ്രദർശിപ്പിച്ച് എല്ലാവർക്കും വികാരം ഉണ്ടാക്കി നടക്കുന്ന പെണ്ണിനെ വഹിയ സാനിയ എന്ന് മുത്തുനബി വിളിച്ചത് വെറുതെയല്ല. അത്ഭുതകരമാണ്. ആധുനിക ലോകത്തെ ഏറ്റവും കൂടുതൽ സ്ത്രീ പീഡനം നടക്കുന്നു. അമേരിക്കയിലെ പാപനഗരം, ആ കവാടത്തിൽ തന്നെ എഴുതി വെച്ചത് പാപനഗരം എന്നാണ്. 300-ലധികം വരുന്ന വേശ്യാ ക്ലബ്ബുകൾ, നൈറ്റ് ക്ലബ്ബുകൾ, ഉടുതുണി ഉരിഞ്ഞുകൊണ്ട് അവിടെ ആളുകൾ വൃത്തികേടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആളുകൾ ചോദിക്കാറുണ്ട്, വിവാഹം എന്ന് പറയുന്നത് ആളുകൾ പറയുകയാണ്, വിവാഹം എന്ന് പറയുന്നത് എന്തിനാണ്? അണ്ടർ CC ബൈക്കും അതിലൊരു പൂജാവെട്ടും വേണം, പാറി നടക്കും, പറവുകളൊന്നും വേലി കഴിച്ചിട്ടില്ലല്ലോ എന്ന് പറയുന്നവരോടാണ് നമ്മൾ ചോദിക്കുന്നത്. പക്ഷികൾ വേലി കഴിച്ചിട്ടില്ല, പക്ഷെ പക്ഷിക്ക് എയ്ഡ്സ് ഉണ്ടോ, എബോളയുണ്ടോ, സിഫിലിസ് ഉണ്ടോ, ഗൊണോറിയ ഉണ്ടോ? പക്ഷിക്ക് ഏതെങ്കിലും ഒരു രൂപത്തിലുള്ള ഈ രോഗങ്ങളുണ്ടോ? ഒന്നുമില്ല എന്ന് നമുക്കറിയാം. പക്ഷേ മനുഷ്യന്റെ അവസ്ഥ എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത്ത് ഫലിയതസവ്വജ് അഅദ്ദു ലിൽ ബസർ ഫഅഹ്സനുൽ ഫറജ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലയോ യുവാക്കളുടെ സമൂഹമേ, വിവാഹപ്രായമായാൽ നിങ്ങൾ വിവാഹം കഴിക്കണം. നിങ്ങളുടെ കണ്ണിനെ സൂക്ഷിക്കാൻ നിങ്ങൾക്ക് അത് നല്ലതാണ് എന്ന്. എന്തുകൊണ്ടാണ് ഈ ഹദീസിൽ ആണുങ്ങളോട് പറഞ്ഞത്? ആണുങ്ങളാണ് തെരുവിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുക, അങ്ങാടികളിൽ ഇറങ്ങുക. മാലിഹാദർ റസൂൽ യൗകുലുത്ത ആ മുയംശി ഫിൽ അസ്വാഖ്, പ്രവാചകന്മാർ തെരുവിൽ നടന്നു, അങ്ങാടികളിൽ നടന്നു. ആണുങ്ങളും അങ്ങനെ തന്നെയാണല്ലോ. അതുകൊണ്ട് തന്നെ കണ്ണുകളെ സൂക്ഷിക്കാൻ പറഞ്ഞു, മുഖ്യാവയവങ്ങളെ സൂക്ഷിക്കാൻ പറഞ്ഞു. 2 ചുണ്ടുകൾക്കിടയിലെ നാവും 2 കാലുകൾക്കിടയിലെ പ്രത്യുൽപാദനവും ആരാണോ സൂക്ഷിക്കുന്നത് അവർക്ക് സ്വർഗം വരുമെന്ന് ഞാൻ ജാമ്യം നിൽക്കുന്നു എന്ന് മുത്തുനബി പഠിപ്പിച്ചു. വലാ തഖർബുസ് സിനാ ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല. 17-32 വചനമാണ്. വ്യഭിചാരത്തെക്കുള്ള അടുക്കരുത് എന്നാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു സുപ്രധാനമായ കാര്യം പറയുന്നു. 4 വിവാഹം കഴിച്ച ഒരാൾക്കും
നിയമാനുസൃതമായി 4 വിവാഹം കഴിച്ച് സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരാൾക്കും മാനവ ചരിത്രത്തിൽ ഇന്ന് വരെ എയ്ഡ്സ് രേഖപ്പെടുത്തി മ്യൂട്ടായി പോയി. സ്വന്തം ഭാര്യയുമായി ബന്ധപ്പെടുന്നതിന്റെ പേരിൽ ഒരാൾക്കും എന്തുണ്ടായിട്ടില്ല, ഒരാൾക്കും എയ്ഡ്സ് ഉണ്ടായിട്ടില്ല. എന്നാൽ ഏകപത്നി വ്രതം പറയുകയും അനേക സ്ത്രീകളുമായി ബന്ധം പുലർത്തുകയും ചെയ്യുന്നവർ ഇന്ന് യുക്തിവാദികൾ ബാർബാറ സ്മോക്കറിനെ പോലെ തെരുവുകളിൽ അവർ മുദ്രാവാക്യം മുഴക്കുന്നത് ആണിനെ കല്യാണം കഴിക്കണമെന്നാണ്. നമുക്കറിയാം ലോക ചരിത്രത്തിൽ ആണിനെ കെട്ടിപ്പിടിച്ചാൽ കുട്ടി ഉണ്ടാവില്ല, പെണ്ണിനെ കെട്ടിപ്പിടിച്ചാൽ കുട്ടി ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാം വിവാഹം പരിശുദ്ധമായ കാര്യമായി അവതരിപ്പിച്ചു. അതിൽ പ്രവാചകൻ മാതൃകയായി 9 ഭാര്യമാരുടെ കൂടെ ജീവിച്ചു. ക്രൈസ്തവ ലോകത്തിന് യേശുക്രിസ്തു ഒരു നല്ല ഭർത്താവായി അവരുടെ മുമ്പിൽ ജീവിച്ചിട്ടുണ്ടോ? യേശുക്രിസ്തു ഒരു നല്ല മരുമകനായി ജീവിച്ചിട്ടുണ്ടോ? യേശുക്രിസ്തു ഒരു നല്ല അമ്മോശനായി ജീവിച്ചിട്ടുണ്ടോ? യേശുക്രിസ്തു മക്കളോട് എങ്ങനെ പെരുമാറി? ആ ഭാഗം അവിടെ അപൂർണമായി നിൽക്കുകയാണ്. അത് പൂർത്തീകരിക്കാനാണ് മുഹമ്മദ് നബി വന്നത്. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരില്ല. ആ കാര്യസ്ഥൻ വന്നു കഴിഞ്ഞാൽ സകല സത്യത്തിലേക്കും നിങ്ങളെ വഴി നടത്തും. എന്താണ് ഈ സകല സത്യം? ഈസാ അലൈഹിസ്സലാം ഭരണം നടത്തിയിട്ടില്ല, അവിടുത്തെ നീതിന്യായ വ്യവസ്ഥ നടത്തിയിട്ടില്ല. അദ്ദേഹം ഭാര്യയോട് എങ്ങനെ പെരുമാറി കാണാൻ സാധ്യമല്ല. നേരെ മറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യമാരോട് എങ്ങനെ പെരുമാറി? നബി വീട്ടിൽ വന്നാൽ ആദ്യം എന്താണ് ചെയ്യുന്നത്? ആദ്യം അദ്ദേഹം പല്ല് തേക്കും, പിന്നെ എന്നെ ചുംബിക്കുമെന്ന് ആയിഷ ബീവി രേഖപ്പെടുത്തുന്നു. പക്ഷേ ഈസാ നബിയുടെ ഭാര്യക്ക് അങ്ങനെ ഒരു റിപ്പോർട്ട് ചെയ്യാൻ അവസരമുണ്ടായില്ല. അത് അദ്ദേഹത്തിന്റെ അപൂർണതയല്ല താനും. അള്ളാഹു അദ്ദേഹത്തിന് പരിമിതമായ ദൗത്യമാണ് കൊടുത്തത്. ആ ദൗത്യം അദ്ദേഹം നിർവഹിച്ചു. എന്നാൽ ലോകർക്കാകമാനമില്ല കാഫത്തൽ ലിന്നാസി ബശീറൻ വനദീറ, ലോകത്തിന് മുഴുവനും കാഫത്തൽ ലിന്നാസി ബശീറൻ വനദീറ. ആ വിധമാണ്. ഇനി ഇവിടെ വളരെ പ്രധാനമായ ഒരു കാര്യം പഠിപ്പിക്കാനുണ്ട്. അതെന്താണ് കാര്യം? പാപം ചെയ്യുമ്പോൾ മനുഷ്യന്റെ ശരീരത്തിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഹൃദയമിടിപ്പ് കൂടുന്നുണ്ട്, പൾസിന്റെ മിടിപ്പ് കൂടുന്നുണ്ട്. ആരെങ്കിലും പാപം കാണുമോ എന്ന ബേജാറുണ്ട്. എന്നാൽ നല്ല മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അതൊന്നുമില്ല. പോളിഗ്രാഫി ടെസ്റ്റ് നടത്തിയാൽ ഒരു നല്ല മനുഷ്യന്, ഒരു സദാചാര പരിപാലകന് യാതൊരു പ്രശ്നവുമില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ലോകത്തെ ഇന്നിവർ നയിച്ചുകൊണ്ടിരിക്കുന്നത് വിവാഹമില്ലാത്ത ലോകത്തേക്കാൾ, കുത്തഴിഞ്ഞ ലൈംഗിക ലോകത്തേക്കാൾ. നിങ്ങൾക്കറിയാം, 21 വയസ്സായി വിവാഹപ്രായം വർദ്ധിപ്പിക്കുകയാണ്. അമേരിക്കയിലോ ജർമ്മനിയിലോ ഫ്രാൻസിലോ ലോകത്തറിയപ്പെട്ട രാജ്യങ്ങളിൽ 14, 15, 16, 18 വയസ്സാണ് വിവാഹപ്രായം. അവിടെയൊന്നും വിവാഹപ്രായം മാറ്റിയിട്ടില്ല. ഇന്ത്യ എന്ന് പറയുന്ന കോടിക്കണക്കിന് താഴേക്കിടയിൽ ജീവിക്കുന്നവർ, ഉന്നത വിദ്യാഭ്യാസം നേടാൻ അവസരമില്ലാത്ത ഹൈന്ദവരിലെ ഭൂരിപക്ഷം ആളുകൾ ഇനി 18 വയസ്സായാൽ കുട്ടികളെ കെട്ടിച്ചു കൊടുത്തുകൊണ്ടെങ്കിലും അവർ മറുകണ്ഠം ചാടാതിരിക്കാൻ, വിവാഹത്തിനു മുമ്പ് ഗർഭിണികളാകാതിരിക്കാൻ എത്രയോ മാതാപിതാക്കൾ ബേജാറാണ്. സഹോദരങ്ങളെ, 18 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ വന്ന് കണ്ട് വിവാഹം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ ഒരു പുരുഷനുണ്ടായാൽ 21 വയസ്സുള്ള സ്ത്രീ അപ്പുറത്തുണ്ട്. ആ പുരുഷനെ അവിടെ കല്യാണം കഴിക്കാം. പക്ഷേ 18 വയസ്സുള്ള ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 3 കൊല്ലം കൂടി കാത്തു നിൽക്കണം. ലൈംഗിക തൃഷ്ണ വർദ്ധിച്ചാൽ നമുക്കറിയാം, ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ ഭക്ഷണത്തിന് തേടി നമ്മൾ ഇറങ്ങും, വെള്ളം കിട്ടാതെ വരുമ്പോൾ വെള്ളത്തിന് വേണ്ടി നമ്മൾ തേടി ഇറങ്ങും, അനുവദിക്കപ്പെടാത്ത വെള്ളം നമ്മൾ കുടിക്കും. അതുപോലെ തന്നെ ലൈംഗിക ദാഹം ഉണ്ടായാൽ അത് ശമിപ്പിക്കാൻ വൃത്തികെട്ട മാർഗങ്ങൾ നമ്മുടെ മക്കൾ അവലംബിക്കും. അതുകൊണ്ട് തന്നെ ഭാര്യയില്ലാത്ത, മക്കളില്ലാത്ത, ജീവിതം എന്താണെന്നറിയാത്ത ഒരു മനുഷ്യൻ ഈ രാജ്യം ഭരിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് മക്കളുടെ വേദന, എന്താണ് മക്കളുടെ വിലാപം, ആരാണ് ഭാര്യ, ആരാണ് മാതാപിതാക്കൾ എന്നറിയാത്ത 2 കാലിൽ നിൽക്കുന്ന ഒരു ജന്മം ഈ രാജ്യത്തെ ഭരിക്കുന്നത് കൊണ്ട് നാം ഇതൊക്കെ അനുഭവിച്ചു പോരുന്നു എന്നേ ഉള്ളൂ. കിരാതമായ പ്രവർത്തനങ്ങൾ നടത്തിയ ആളുകൾ ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക, റബ്ബന വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബിഹി, പടച്ചവനെ താങ്ങാനാവാത്തതൊന്നും ഞങ്ങൾക്ക്. ഇവിടെ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു, മുസ്ലിങ്ങൾക്കാണ് വിവാഹപ്രായം പ്രശ്നമാവുക. കാരണം എന്താണ്? വിവാഹത്തിലൂടെ അല്ലാതെ ഒരു ലൈംഗിക ബന്ധവും പഠിപ്പിക്കാത്ത ഇസ്ലാമിക സമൂഹത്തിന് എന്റെ മക്കൾ കേടുവന്നു പോകുമല്ലോ, എന്റെ മക്കൾ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത തെറ്റ് ചെയ്തു പോകുമല്ലോ എന്ന വിലാപം മുസ്ലിങ്ങൾക്കല്ലാതെ ലോകത്തൊരു മാതാപിതാക്കൾക്ക് നമ്മൾ കണ്ടുകൊള്ളണമെന്നില്ല. അങ്ങനെ അവർ പഠിപ്പിക്കപ്പെടുന്നില്ല എന്നത് ഒരു വലിയ സത്യമല്ലേ സുഹൃത്തുക്കൾ? സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ധാർമ്മികത ഒരു കാര്യം ആലോചിച്ചു നോക്കൂ. ഞാൻ എന്റെ പ്രധാനമായ പോയിന്റിലേക്ക് ഇവിടെ വന്ന് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്ന സമൂഹം ഏതായിരുന്നു? ആ സമൂഹം കുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടി, പെൺകുട്ടികളെ പീഡിപ്പിച്ചു, 10 പുരുഷന്മാർ ഒരു സ്ത്രീയെ ഉപയോഗിച്ചു. ആരാണ് അവരുടെ മക്കൾ എന്ന് പോലും തിരിച്ചറിയാനാവാത്ത പ്രയാസമുണ്ടായി. പിതാവാര്, നീയോ ഞാനോ എന്ന് പറഞ്ഞ് തർക്കിച്ചു. അവർ ജീവിച്ചു കഴിഞ്ഞു പോന്നു. ഹുവല്ലദീ ബാസഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലി ലഫീ ളലാലിൻ മുബീൻ. വ്യക്തമായ വഴികേടിലായിരുന്നു അവർ. ആ വഴികേടിലായിരുന്ന ജനതയെ ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സംസ്കാരത്തിന്റെ ആളുകളാക്കി മാറ്റി. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ക്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ അത് പറയുന്നുണ്ട്. ദ പ്രീച്ചിങ് ഓഫ് ഇസ്ലാം എന്ന ഗ്രന്ഥത്തിൽ ആർണോൾഡ് ടോയംബി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ദ സിവിലൈസേഷൻ ഓൺ ട്രയൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ആർണോൾഡ് ടോയംബി പറയുന്നുണ്ട്. മദ്യമുക്തമായ ഒരു ജനത ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും അങ്ങനെ ഒരു ജനതയെ സൃഷ്ടിച്ചുകൊണ്ടാണ് മുത്തുനബി ലോകത്തോട് വിട പറഞ്ഞത് എന്ന്. എല്ലാവിധ സദാചാരങ്ങളും എല്ലാവിധ ബന്ധങ്ങളും മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയാക്കുന്ന ലോകം. എന്റെ മാതാവിന് എനിക്ക് കോഴിയുടെ മുട്ടത്തോടിനോട് കോഴിക്ക് ബന്ധമില്ലാത്തതുപോലെ എന്നെ ഉണ്ടാക്കാൻ കാരണക്കാരായ ദുഷ്ടന്മാരാണ് ഈ മാതാപിതാക്കൾ എന്നാണ് കമ്മ്യൂണിസ്റ്റ് ദാർശനികനായ കാർൽ മാർക്സ് പോലും പറഞ്ഞത് എന്ന് നിങ്ങൾ അറിയണം. മാതാപിതാക്കളെ വൃദ്ധസദനത്തിലാക്കാത്ത ഏറ്റവും കുറവ് മുസ്ലിങ്ങളാണ് വൃദ്ധസദനത്തിൽ കുറവ്. എന്തുകൊണ്ട്? വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാന ഇമ്മാ യബ്ലുവന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ. എല്ലാ രംഗവും അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത് എന്ന് പഠിപ്പിച്ചു. അന്യന്റെ സ്വത്ത് ഭുജിക്കരുത് എന്ന് പഠിപ്പിച്ചു. അയൽവാസിയുടെ ഭാര്യയെ വ്യഭിചരിക്കുന്നത് മഹാപാപമാണെന്ന് പഠിപ്പിച്ചു. അങ്ങനെ തുടങ്ങി വൈദൽ മൗദത്ത് സുയിലത്ത് ബി അയ്യി ദംബിൻ ഖുത്ലത്ത് എന്നൊക്കെ പഠിപ്പിച്ചു. അങ്ങനെ പെൺകുട്ടികൾക്ക് മൂല്യമുയർത്തി, ജനിക്കാനുള്ള അവകാശം നൽകി, പഠിക്കാനുള്ള അവകാശം നൽകി, അഭിപ്രായം പറയാനുള്ള അവകാശം നൽകി, എല്ലാവിധ മാനദണ്ഡങ്ങളും അവരെ പഠിപ്പിച്ചു. ഉന്നതമായ ഒരു കുടുംബ ജീവിതം. അതുകൊണ്ടാണ് പല ആളുകളും, ഗിബ്ബനെ പോലെയുള്ള ആളുകൾ യൂറോപ്പിലെ കുത്തയിഞ്ഞ ബെർബറുകളുടെ നെറികെട്ട കാലഘട്ടത്തിലാണ് ഭാഗ്യവശാൽ മുഹമ്മദ് ജനിക്കുന്നത് എന്നും അതുപോലെ ദ 100 ബൈ മൈക്കിളിലെ ചാർട്ടിൽ ഏറ്റവും ഉന്നതനായ വ്യക്തി മുഹമ്മദ് നബിയാണ് എന്നും ലോകം വിലയിരുത്താനുള്ള കാരണം അതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഫായിലെ യൂണിറ്റ് സംഘടിപ്പിച്ച ഈ വിജ്ഞാനവേദിയിൽ ഞാൻ എന്റെ സംസാരം വൈൻഡപ്പ് ചെയ്യുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കുഞ്ഞുമക്കളെ നിങ്ങൾക്കറിയാലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും. ഇടത്തെ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കും പറയും, മോനെ വലത്തെ കൈ കൊണ്ട് കഴിക്ക്, ബിസ്മി ചൊല്ല് മോനെ, അല്പം കഴിക്കും മോനെ, തൊട്ട് മുന്നിലെ പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കൂ മകനെ. ഓരോ രംഗത്തും പൊതുമുതലിൽ നിന്ന് കാരക്ക എടുത്തപ്പോ നബി പറഞ്ഞു, കഹ് മോനെ തുപ്പിക്കള, അത് നമുക്ക് പറ്റില്ല മോനെ എന്ന്. ഒരു കാര്യം അവരെ പഠിപ്പിച്ചു, ഗംഭീരമായ ഒരു ജീവിതത്തിലേക്ക് അവരെ കൊണ്ടുവന്നു. ഈ കാര്യം സഗൗരവമായി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാ അഭിനന്ദനങ്ങളും നിങ്ങൾക്ക് അർപ്പിച്ചുകൊണ്ട്, ഈ പ്രസംഗം നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫോർവേഡ് ചെയ്തുകൊണ്ട് ഈ ഒരു ആശയം നമ്മുടെ ജനങ്ങളെ നമ്മൾ ചോദിക്കുക, യുക്തിവാദികളോട്, നിങ്ങളുടെ കയ്യിൽ എന്ത് ധാർമ്മികതയുണ്ട്? നിങ്ങളിൽ ആര് പറയുന്ന ധാർമ്മികതയാണ് യഥാർത്ഥ ധാർമ്മികത? സയൻസ് ആണ് എല്ലാം എന്ന് പറയുന്നവർ ഈ സമയം MC സ്ക്വയർ കണ്ടെത്തിയേക്കോ ലിറ്റിൽ ബോയ് എന്ന ബോംബിട്ട് ഒരു നാടിനെ മൊത്തത്തിൽ നശിപ്പിക്കാണ്ടായത്. അതുകൊണ്ടാണ് ഇന്റർനാഷണൽ പീസിനെ കുറിച്ച് ആൽബർട്ട് ഐൻസ്റ്റീന് പിന്നീട് സംസാരിക്കേണ്ടി വന്നത്. സയൻസിന്റെ കണ്ടെത്തലുകൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് വിവരിക്കേണ്ട ഒരു സദസ്സല്ല. ഇൻഷാ അല്ലാഹ് യുക്തിവാദികൾക്കുള്ള മറുപടിയിൽ അതും വരും. നിങ്ങൾ എല്ലാവരും ഇപ്പം നടക്കുന്ന ആശയപരമായ സംവാദങ്ങൾ കേൾക്കണം, നിങ്ങളത് പഠിക്കണം, മനസ്സിലാക്കണം. യുക്തിവാദികൾ വർദ്ധിച്ചു വരികയാണ്, നിരീശ്വരവാദികൾ വർദ്ധിച്ചു വരികയാണ്, തിന്മയിലേക്കുള്ള വിളി വർദ്ധിച്ചു വരികയാണ്. നന്മയുടെ ആളുകളെ സടകുടഞ്ഞേക്കേണ്ട ഘട്ടമാണിത്. ആലസ്യത്തിന്റെ മൂടുപടങ്ങളിൽ നിന്ന് കർമ്മനൈരന്തര്യത്തിന്റെ ലോകത്തേക്ക് നാം മാറിപ്പോകണം. ഫഹായിലെ ഈ കൂട്ടായ്മയ്ക്ക് എല്ലാ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ടും അതിന് നേതൃത്വം നൽകുന്ന PN അബ്ദുൽ ലത്തീഫ് മദനി സാഹിബ് അവർക്ക് കുവൈത്തിലെ കൂട്ടായ്മയുടെ ഒരു നേതാവ് എന്ന നിലയിൽ അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ് നൽകുമാറാകട്ടെ. ആ നാട്ടിൽ സേവനമനുഷ്ഠിക്കാൻ അള്ളാഹു ഒരുപാട് കാലം അവസരം നൽകുമാറാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട്, കുവൈത്ത് കേരള ഇസ്ലാഹി സെന്റർ ഇക്കാലയളവിൽ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച കൂട്ടായ്മയാണ്. എല്ലാ അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ കേട്ട് നിങ്ങൾക്കെല്ലാം സാധൂതം നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട്, അഗൈതവമായ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദിൻ വാലിഹി വസഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.